നമസ്തേ. എന്ത് കോപ്രായമാണ് വിസ്മയ മോഹൻലാൽ കാണിക്കുന്നത്? എല്ലാവരും പറയുന്നത് ശരിയല്ലേ? ഇത്രയൊക്കെ ഒരു ഓൺ സ്റ്റേജ് വരുമ്പോൾ കിടന്ന് കാണിക്കേണ്ട കാര്യമുണ്ടോ? ദേഹത്ത് വല്ല പാറ്റയോ പല്ലിയോ മറ്റോ കേറിയതുപോലെ അങ്ങോട്ട് തുള്ളിക്കളിക്കുകയാണ്. Anjana, dude, thank you so much. Saigoman, everybody. Um, ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരം. വിസ്മയ മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അത് വിസ്മയ മോഹൻലാലിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. CJP-യുടെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് വിസ്മയ മോഹൻലാൽ പറഞ്ഞതിനെ ആയിരുന്നു ഞാനന്ന് സംസാരിക്കാൻ കാരണമായത്. ഇതിപ്പോ അങ്ങനെയൊന്നുമല്ല. വിസ്മയ മോഹൻലാൽ CJP-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവരുടെ നിലപാട് പറഞ്ഞു. അത് നമുക്ക് അംഗീകരിക്കാവുന്നതായിരിക്കാം, ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കാം. എല്ലാവരും അതിനെ തുടർന്ന് അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തി, ഈ ഉള്ളവളും നടത്തിയിരുന്നു. പക്ഷെ അതിനുമപ്പുറം വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന താരരാജാവായ മോഹൻലാലിന്റെ മകൾ വിസ്മയെ ഇത്രയൊക്കെ പൊങ്കാലയിടുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. വിസ്മയെ സംബന്ധിച്ച് വിസ്മയുടെ ആ ഒരു തുടക്കം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള അതിലാണ് വന്നിട്ട് അവര് സംസാരിക്കുന്നതൊക്കെ. സ്വാഭാവികമായും നമുക്ക് മോഹൻലാലിനെ അറിയാമല്ലേ? ലാലേട്ടനെ ഇഷ്ടമല്ലാത്തവരൊക്കെ വളരെ വിരളമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോഴും അല്ലെ ഈ പ്രായത്തിലും ഒരല്പം സഭാകമ്പവും പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ ഒരല്പം ലജ്ജയും സംസാരിക്കുമ്പോഴും ഒക്കെ ആ ഒരു വളരെ ചടുലമായ രീതിയിലല്ല. അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കുറച്ച് പതുങ്ങിയ രീതിയിലാണ്. നമ്മൾ പറയില്ലേ, ആ വിരലുകൾ പോലും അഭിനയിക്കും അല്ലെങ്കിൽ സംസാരിക്കും നമ്മോട് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മകളെ എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ജഡ്ജ് ചെയ്യുന്നത്? ആ കുട്ടിക്കും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ യുവതിക്ക് അവരുടേതായ ജനറ്റിക് പരമായിട്ടുള്ള ചില ശീലങ്ങളും ഒക്കെ കാണും. നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ സഭാകമ്പം എന്ന് പറയുമ്പോൾ ഇപ്പോ ഡിബേറ്റിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ സഭാകമ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അതിനും അപ്പുറം ഒരു നാലാള് കൂടുന്നിടത്ത് വെച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തൊണ്ട വറ്റി വരളും. ചിലപ്പോ അധ്യാപകർ തന്നെ പറയുന്നത് കേൾക്കാം. അധ്യാപകരാണ്, ദിവസവും കുട്ടികളോട് സംസാരിക്കുന്നവരാണ്. പക്ഷെ പൊതുവായിട്ടൊരു സംസാരത്തിന് വേണ്ടി ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ, ഓപ്പൺ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവരും ഒന്ന് ഷിവർ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നത് കാണാം. ചിലർക്ക് അത്തരത്തിലുള്ള സഭാകമ്പമോ വാക്കുകൾ വരാതിരിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ആ എല്ലാവരെയും വെച്ചിട്ട്, അങ്ങനെയുള്ള ഒരു വിഭാഗം ആളെ വെച്ചിട്ട് മറ്റുള്ള എല്ലാവരെയും അത്തരത്തിൽ ചെയ്യേണ്ടതുണ്ടോ? വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു മകൾ മാത്രമല്ല, അതൊരു യുവതിയാണ്. അവർക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. മാത്രമല്ല അവർ ബുക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാതെ നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളും അല്ലെങ്കിൽ എന്തെല്ലാം മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെ കുറിച്ച് പറയുന്നത്? ശരിയാണ്, അവർക്ക് ഇത്രയും ഏജിനുള്ളിൽ ഒരു സഭാകമ്പം എന്തിനാണ്? താരരാജാവിന്റെ മക്കളല്ലേ? പ്രണവിന് അത്ര ഇല്ലല്ലോ. പക്ഷെ പ്രണവും വിസ്മയയും രണ്ടും രണ്ട് വ്യക്തികളാണല്ലോ. അപ്പൊ രണ്ടുപേർക്കും രണ്ട് സ്വഭാവ ഗുണങ്ങളല്ലേ ഉണ്ടാവുക? മാത്രമല്ല, മോഹൻലാൽ എന്ന് പറയുന്ന അച്ഛനെയും നമ്മൾ ആ ഒരു വീഡിയോയിലെല്ലാം കാണുന്നുണ്ട് അല്ലെ? മകൾ പറയുന്നതിനെ ഒന്നും തടുക്കാതെ, കണ്ണുരുട്ടി പേടിപ്പിക്കാതെ അവരെന്താണോ അവരെ അവരായി തന്നെ വളരാൻ വിടുകയും ഒക്കെ ചെയ്ത ഒരു അച്ഛനാണ്. സത്യത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനേക്കാളേറെ പലരും ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന അച്ഛനെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം പൂർണ്ണമായും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ആ മക്കളെ കണ്ണൂരിട്ട് പേടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രണവിന്റെ രീതികൾ കാണുമ്പോൾ പോലും എല്ലാവരും പറഞ്ഞു, മകൻ അവൻ എങ്ങനെയാണോ അയാൾ മറ്റൊരു രീതിയിലാണ്, അയാൾ അങ്ങനെ വളരട്ടെ, ഞാൻ എന്തിനാണ് അതിനെ തടയിടുന്നത് എന്നുള്ളതായിരുന്നു
മോഹൻലാൽ പലപ്പോഴും പല ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഈ മകളെയും വിളിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു സഭാകമ്പം, ഒരു വല്ലാത്തൊരു ആകാംക്ഷ ഒക്കെ വിസ്മയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ശരിയാണ്, നമുക്ക് ആദ്യമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് എന്തേ കാണിക്കുന്നത്, ഒരു സഭാമധ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കണമോ എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ആ വീഡിയോ രണ്ടാമതൊക്കെ ഇങ്ങനെ ഓരോ ഇതിൽ കാണുമ്പോൾ ഞാനിങ്ങനെ സ്വയം ആലോചിക്കുകയായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജ് കിട്ടുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ഞാൻ പറയുമോ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാളെ പൊങ്കാല ഇടാനായിട്ട് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാം, കാര്യങ്ങളൊക്കെ ഇടാം. പക്ഷെ കാരണം നമ്മൾ ആരെയും കാണുന്നില്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ എഴുതിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഇത് ഇടുന്നത്. നമ്മൾ ആരെയും ഫേസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തും പറയാനുള്ള കോൺഫിഡൻസ് കാണും. പക്ഷെ അങ്ങനെയല്ല, നാലാള് കൂടുന്നിടത്ത് വന്ന് സംസാരിക്കാനും, സത്യത്തിൽ അങ്ങനെ സംസാരിക്കുന്നവരെ കാണുമ്പോൾ ഒരുപാട് ആരാധനയോടുകൂടി ഞാൻ നോക്കി കാണാറുണ്ട്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ അവർ പറഞ്ഞിട്ടും ഉണ്ടാവും. ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10 കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 കാര്യങ്ങൾ പോലും ഒരുപക്ഷെ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വിസ്മയ മോഹൻലാലിനോടൊപ്പമാണ് ഞാൻ എന്നുള്ളത് തന്നെയാണ് നിലപാട്. കാരണം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ അവർ വിനിയോഗിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അതിനെ അവരുടെ പുതിയ സിനിമയുടെ പ്രമോഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകാം. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഒരു സാഹചര്യം കിട്ടുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോഴും മേജർ രവിയാണ് വന്നിട്ട് വിസ്മയെ തിരുത്തുന്നത്. പക്ഷെ അപ്പോഴും വിസ്മയ പറയുന്നുണ്ട്, അതല്ല, എനിക്ക് എന്റെ അഭിപ്രായമുണ്ട്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്നവരെക്കാൾ എത്രയോ നല്ലതാണ് ഒരു അഭിപ്രായത്തിൽ, ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്നവർ. അപ്പൊ അവരെ ആ ഒരു പാട്ടിനങ്ങ് ജീവിക്കാൻ വിട്ടേക്കുക. ഇപ്പൊ നമ്മളൊക്കെ പൊങ്കാല ഇട്ടത് കൊണ്ട്, നമ്മളല്ല, നിങ്ങൾ എല്ലാവരും ചേർന്ന് വിസ്മയെ പൊങ്കാല ഇട്ടത് കൊണ്ട് വിസ്മയ ജീവിക്കാതിരിക്കുമോ? വിസ്മയ ഇനി പുതിയ സിനിമ ചെയ്യാതിരിക്കുമോ? അതൊന്നുമില്ല. വിസ്മയ ചെയ്യും. കാരണം അത് ചെയ്യാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളത് അവർ തെളിയിച്ചിട്ടുണ്ട് എന്തായാലും. ഇനി വിസ്മയുടെ സിനിമയുടെ റിവ്യൂ ഒക്കെ വരുമ്പോൾ നമുക്ക്, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിസ്മയുടെ സിനിമയുടെ റിവ്യൂ വരുമ്പോൾ ഒരു വിഭാഗം പേർ കൃത്യമായും അവളുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ, ആ യുവതിയുടെ അഭിനയ മികവിനെയോ അല്ലായിരിക്കും പറയുക, മുൻകൂട്ടി നിർത്തിക്കാൻ, അതായത് മുൻധാരണ പ്രകാരം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിസ്മയ ഇങ്ങനെയാണ്, എന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും ബോറായിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് പൊതുവെ എല്ലാവരോടുമുള്ള ചില സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു മുൻധാരണയുടെ പുറത്ത് മാത്രം നമ്മൾ എന്തിനേയും നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും കൃത്യമായ ഒരു അളവുകോലായിരിക്കില്ല. അത് കൃത്യമായ ഒരു അഭിപ്രായമോ നിലപാടോ ആയിരിക്കില്ല. ഒരു വ്യക്തിക്ക് അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഇപ്പോ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞ് പല കാര്യങ്ങളിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നവർ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിക്കാത്തത്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് വെക്കുന്നത്, ആ അഭിപ്രായം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു മുൻധാരണ പ്രകാരമായിരിക്കും പറയാ. പലരും പല ആളുകളെയും പറഞ്ഞിട്ടുണ്ട്, ഓ അവനോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവളുടെ ഒരു രീതി അത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഒരാളിൽ എന്തെങ്കിലുമൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു ഗുണവും ഇല്ലാത്ത നിർഗുണന്മാരോ നിർഗുണകളോ ഒക്കെ വളരെ ചുരുക്കമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക. അപ്പോ വിസ്മയ മോഹൻലാലിനെ സത്യത്തിൽ ഇപ്പോൾ ഇത്രയേറെയൊക്കെ പൊങ്കാല ഇടേണ്ടുന്ന കാര്യമില്ല. ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത്തരത്തിൽ ഒരു സിനിമ ഫുൾ ചെയ്യുക, ഒരു അഭിനയിച്ച് തീർക്കുക എന്ന് പറയുന്നതൊന്നും ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോ ഒരു സിനിമ ചെയ്യുക മാത്രമല്ല, ഒരു പൊതു മധ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ചു തീർക്കാൻ കഴിയുമെന്നുള്ളത് കൂടി ചിന്തിക്കുക. പിന്നെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ ഒക്കെ മാനിച്ചുകൊണ്ട് അവരിലെ നടിയെ വിലയിരുത്താൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്താലും അവരെ അശ്ലീല ചുവയോടുകൂടിയും അല്ലാതെയും ഒക്കെ എന്താ പറയാ, അവരെയൊക്കെ അങ്ങ് ഇല്ലാതെയാക്കി കളയാൻ ശ്രമിക്കുന്ന ചില
നയങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ട്. ആ സമീപനങ്ങളല്ലേ സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.